ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഭൂപതിവ് നിയമത്തിലെ ചട്ടലംഘനം ക്രമീകരിക്കാൻ 2 ചട്ടങ്ങൾ. നിയമത്തിന്റെ പ്രാബല്യ തീയതി വരെയുള്ള ചട്ടലംഘനങ്ങൾ ക്രമീകരിക്കാനാണ് ഒരു ചട്ടം. പ്രാബല്യ തീയതിക്ക് ശേഷമുള്ള ലംഘനങ്ങൾക്ക് മറ്റൊരു ചട്ടവും പുറത്തിറക്കും. 24 ബ്രേക്കിംഗ്. ആർ ശ്രീത്താണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീത്ത്, ഇതിപ്പോൾ എന്താണ് ഈ പുതിയ നിയമത്തിന്റെ പ്രാബല്യ തീയതി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ ഇങ്ങനെ 2 രീതിയിൽ ഇതിനെ സമീപിക്കാനുള്ള നീക്കം എന്താണ്, സാഹചര്യം എന്താണ്? പ്രജിൻ, ഭൂപതിവ് നിയമപ്രകാരം പട്ടയം ഏത് ആവശ്യത്തിനാണോ നൽകുന്നത് ആ ആവശ്യത്തിന് വിരുദ്ധമായി ഉപയോഗിച്ചാൽ അത് ലംഘനമായി കണക്കാക്കുന്നതാണ് നിലവിലുള്ള നിയമം. ഇതിൽ ഭേദഗതി വരുത്താനാണ് 2023 1960 ഭൂപതിവ് നിയമം സർക്കാർ ഭേദഗതി ചെയ്തത്. എന്നാൽ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്ന ഭൂമിയെ ക്രമവൽക്കരിച്ച് നൽകാനുള്ള തീരുമാനമായിരുന്നു ഇത്. എന്നാൽ ചട്ടം പ്രാബല്യത്തിൽ വരാത്തതുകൊണ്ട് ഈ ക്രമവൽക്കരിച്ച് നൽകൽ നടന്നിരുന്നില്ല. ഇപ്പോൾ 2 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ചട്ടത്തിന് ഇപ്പോൾ അന്തിമ രൂപമായിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത യോഗത്തിൽ ചട്ടത്തിന് അന്തിമ അംഗീകാരമായി. 2 തരത്തിലുള്ള ചട്ടമായിരിക്കും ഭൂപതിവ് നിയമത്തിൻ്റെ ലംഘനങ്ങളെ ക്രമവൽക്കരിക്കാനായി സർക്കാർ കൊണ്ടുവരുന്നത്. ഒന്ന്, ഈ ഭൂപതിവ് നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള നിയമലംഘനങ്ങൾക്ക് ആയി ഒരു ചട്ടവും, ഇനി ഈ പട്ടയം ലഭിച്ചിരിക്കുന്ന ഭൂമിയിൽ നടക്കുന്ന മറ്റ് നിയമലംഘനങ്ങൾക്ക് പുതിയൊരു ചട്ടവും എന്നിങ്ങനെ 2 ചട്ടങ്ങളാണ് വരുന്നത്. നേരത്തെ ഈ 1960 ഭൂപതിവ് നിയമത്തിൻ്റെ ചുവട് പിടിച്ച് 20ഓളം ചട്ടങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ച് 2 ചട്ടങ്ങൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ഈ മാസം തന്നെ ചട്ടം മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരത്തിന് ശേഷം ചട്ടം പുറത്തിറക്കും എന്നാണ് ഇന്നത്തെ തീരുമാനം. അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ഇടുക്കിയിലടക്കമുള്ള ജനങ്ങൾ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഭൂപതിവ് ചട്ട നിയമത്തിൻ്റെ ഭേദഗതി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 രീതിയിലാണ് അപ്പോൾ ചട്ടങ്ങൾ ഉണ്ടാവുക എന്നുകൂടി വ്യക്തമാക്കുകയാണ് സർക്കാർ. 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഈ ഭൂപതിവ് പുതിയ നിയമം, ഭേദഗതി വരുത്തിയ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്.